അവളോട് പറയേണ്ടത്? എടാ പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റോ? പിന്നെ അവന്റെ മണഞ്ചേക്കില്ല എന്റെ പരിപാടി. തൊപ്പി വരല്ലോ ഒരേ കാറ്റഗറിയാ. തൊപ്പി വരല്ലോ ഒരേ കാറ്റഗറിയാ. മോനെ ഒരിക്കലും ആ കാറ്റഗറിയിൽ എന്നെ പെടുത്തരുത് പ്ലീസ്. ഞാൻ കാര്യം ഡാംസി സുഖാണോ വെക്കുന്ന അത് ഓർമ്മണ്ട. മറ്റേ കാര്യം നമ്മള് ചിരിച്ച് ചത്തോനെ അത്രയും സമയം ഞാൻ ചിരി പിടിച്ചു കാര്യം പറയാലോ. അത് അയാൾ പോകുന്നില്ല. അയാൾ അവിടെ ഒരു 10-15 മിനിറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ മുന്നിൽ നിൽക്കുമ്പോ ചിരിക്കാൻ കഴിയില്ല. എങ്ങനെ അയാൾ പോകാൻ കാത്തിക്കാം. ചിരിച്ചു കത്തില്ല. ആള് വന്നിട്ട് എന്നോട് ചോദിക്കാം, ഡാംസി നിങ്ങൾ മറ്റേ പാട്ടുകാരനല്ല, മറ്റേ പാട്ടെല്ലാം പാടുന്ന യൂട്യൂബിലെല്ലാം കാണലുണ്ട്. കാണുമ്പോൾ മോനെ ശരിക്കും എനിക്ക് ഡാൻസിന്റെ കട്ടുണ്ടാ? എങ്ങനെ എന്റെ മുടി കളർ ചെയ്തിട്ടുള്ളത്? പിന്നെ എങ്ങനെ നീ വെളുത്തിട്ടല്ലേ? ഡാബ്സി വെളുത്തിട്ടല്ലേ? അല്ല കുറച്ച് ബ്രൗൺ. പക്ഷെ അങ്ങനെ മനസ്സിലാവില്ലടാ. ഇപ്പൊ മേക്കപ്പ് ചെയ്തു അങ്ങനെ എന്തോ ആവാലോ. അങ്ങനെ കളർ നോക്കിയിട്ട് അയാൾക്ക് മനസ്സിലാവൂല. എനിക്ക് വന്ന അയാളെ ഞാൻ ഇങ്ങനെ ഇതാക്കുന്ന കണ്ടിട്ടായിരിക്കും. മീൻസ് ആടെ ഇങ്ങനെ നമ്മൾ ഒച്ചപ്പാടാക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ പാട്ടെല്ലാം പാടുന്ന പോലത്തെ ഒരു വൈബ് ഉണ്ടല്ലോ. പിന്നെ ആൾക്കാരെല്ലാം കൂടുന്നു. അപ്പം പൊതുവെ അയാളെ മൈൻഡിൽ ലാസ്റ്റ് ഇങ്ങനെ കണ്ടത് ഡാബ്സി അങ്ങനത്തെ ഇതിലായിരിക്കും ഡാബ്സി എന്ന് വിളിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് കാണാൻ ഡാബ്സിന്റെ കട്ടുണ്ടോ? എനിക്ക് ചെറുതായിട്ടുണ്ടോ? വൺ പീസ് ഫാൻസ് കമോൺ എന്ന് പറയുന്ന മങ്കി ഇതിലല്ല, ഈ ബ്രൗസറിലാണ്. സ്പെല്ലിംഗ് മാറിപ്പോ കാത്തിക്കുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് തൊപ്പി. നിനക്ക് വളാഞ്ചേരി ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, ഓർമ്മിപ്പിക്കല്ലേ. ഗേൾസ് ഓൺലി കേട്ടാ? അല്ല നിനക്ക് എത്ര കോയിനായി? അല്ല ഇതില് കോയിൻ അല്ല കേട്ടാ. ഇതില് ഞാൻ മറ്റേ മങ്കി പ്ലസ് അല്ല മങ്കി പ്ലസ് അല്ല മങ്കി പ്ലസ് തൊട്ടൊരു സാധനം ഉണ്ട്. 2 പ്ലസ് ഉണ്ട്. ഇതല്ല, ഇതാ എടുത്തത്. ഇതിൽ നമുക്ക് എന്തുവാണെങ്കിലും മറ്റേ ഞാൻ എന്തിനാ മങ്കിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇതില് ഇതെല്ലാം ചെയ്യാതെല്ലാം പറഞ്ഞിട്ട്. നമുക്ക് ഗേൾസ് ഓൺലി ഹായ് ഹലോ വാട്ട്സ് യുവർ നെയിം? My name is Kalina. Kejida? Kalina. My name Anandavali. Kayita. What's your name? Meet S Balenciaga. Kalina. Kalina? Yeah, same. Oh, nice name. Where are you from? Bulgaria. Bulgaria? Oh, Yeah. nice. How old are you? Kalina. 12. 12 വയസ്സ്. ബോക്സോ വരും. അന്ന് മനസ്സിലായിരുന്നു നമ്മള് നികരല്ലാക്കുന്നത്. ഇത് അതോ ചൈനക്കാരിയല്ലേ? What's your name? അതാണാണ്. ആണെന്നല്ലടാ മാറി. അമ്മപ്പം മുകളിലല്ലേ? ഇവര് ഇവിടുന്ന് പോയി. ഇവ അമേരിക്കയിലെത്തി. ഇപ്പൊ ഞാൻ കണ്ടാത്തന്നെ പെണ്ണ് കിട്ടൂല. കാര്യം മാറ്റി. ഞാനൊന്ന് ഹൈഡ് സ്ക്രീൻ ഒന്ന് ശരിയാക്കട്ടെ. അള്ളാന്റെ പൊന്ന് മോനെ. ഒന്ന് ഹൈഡ് സ്ക്രീൻ ശരിയാക്കി വെക്കട്ടെ മോളെ. ഒരു സെക്കൻഡ് പറയാൻ പറ്റില്ല. ഒരു മിനിറ്റ് മോളെ, ഒന്ന് ഹൈഡ് സ്ക്രീൻ എല്ലാം ശരിയാക്കട്ടെ. ഇല്ലെങ്കിൽ എന്തെല്ലാന്ന് ഞാൻ കാണണ്ട വരാന്ന് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല. ഇവിടെ അൺലിമിറ്റഡ് ഗേൾസ് ആണ് ഇതില്. ഞാൻ മറ്റേ 2000 രൂപേന്റെ സംഭവിച്ചിട്ട് Bro enter name Pario കൂപ്പുകൈ എടുത്ത് നിന്റെ ആസനത്തിൽ ഞാൻ കുത്തിക്കയറ്റും. മനുഷ്യരൊരു ആദ്യം മറ്റേതാക്കരുത്.
കാര്യം പറയാലോ എടാ പോയാലും കുഴപ്പമില്ല ഇത് അൺലിമിറ്റഡാ ഇതിൽ കോയിന്റെ ഇതില്ല ഇതെന്താ ഇവളിട്ടിന് ഇവളെന്താന്ന് ഇട്ടിന് നീ എന്താണ് തട്ടം പോട്ടെ ഓള് ടാർപ്പായിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചു നോക്കിയത് ഓള് വേറെ ഇതിങ്ങനെ രണ്ടാള് വരുന്നത് രണ്ടെണ്ണം ഇത് നല്ല പരിപാടി ഹൗ ദിസ് ഹാപ്പനിങ് നീ ഹൗ വാട്ട്സ് യുവർ നെയിം വാട്ട്സ് യുവർ നെയിം where you from Bro where you entered from radio channel on Nobku. ഇതെങ്ങനെ രണ്ടാള് വരുന്നേ ഫ്രണ്ട്സ് രണ്ടാൾക്ക് പോകണേ നല്ല പരിപാടിയല്ല ഇതാരാ ഈ മമ്മു കണ്ടിട്ട് ഇത് മമ്മു കണ്ണാൻ ഇട്ടിട്ട് ഇറങ്ങിയല്ലേ നീ മമ്മു അല്ലാണ് സത്യം പറ എന്താ നിന്റെ പേര് മതി 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 അയക്കൂറിയാ Bro Panyo motocross training he dooted in Ennu Keti. I keep seeing ജീവിത നിനക്ക് അറിയുന്നല്ലേ തട്ടുവിട്ടിട്ട് ഇങ്ങനെ ബലൂണ് പൊട്ടിക്കാൻ നീ കീയെന്ന് അതിന്റെ മോളെ എന്താണ് കാണിക്കുന്നത് Copy bro के सभा के दारू. ജീവിതല്ലേ ഇങ്ങനെല്ലാം കാണിക്കുന്നത് പഠിച്ചിന് നമ്മക്കിത് അറിയട്ടല്ല സാധാരണ ബീവിത്ത സലാത്ത് മജ്ലിസിന് പോകുന്ന ഇവർ അങ്ങനെ ഇത് പഠിച്ചത് ഇങ്ങനെയല്ല ആക്കാന് ഇത് നല്ല ഏതോ പണ്ടാ ഓള് കൂടാൻ मेरी കാണിക്കുന്നില്ല. बॉडी बनने वाली है 6 महीने रुक जा मेरी बॉडी बनने वाली है 6 महीने रुक जा मेरी बॉडी बनने वाली है 6 महीने रुक जा मेरी बॉडी बनने वाली है ഗുഡ് സോങ് ഇതെന്താ എല്ലാരും നമ്മളെ സ്കിപ്പ് അടിക്കുന്നത് നമ്മൾ അത്ര ഇതാ ഇത്രയും ആള് ഇതാ ഇങ്ങനെ ഒരു 10 ആള് നിൽക്കുന്ന മാറങ്ങോട്ട് എല്ലാരും മാറി ഈ സംസാരിക്കാത്ത മണ്ടന്മാരെല്ലാം മാറിയാ അങ്ങോട്ട് പറയാ ഇവനെ വാണാ ഇവൻ സംസാരിക്കുന്നുണ്ട് അതാണ് നോക്കാം ഞാനാണ് എന്നെ കണ്ടിട്ടാ പെമ്പിള്ളേർ ലക്ഷ്മി ഹായ് ലക്ഷ്മി മലയാളി മലയാളിയാ മലയാളി മലയാളി ലക്ഷ്മി മലയാളിയാണ് ഞാൻ ഫ്രാൻസിലാണ് ഞാൻ ഭയങ്കര ഫാനാണ് തൊപ്പിയുടെ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു തൊപ്പിയുടെ കാണുന്നത് റിയലി ഹാപ്പി എന്റെ മോനെ ഞാൻ സാധാരണ മലയാളികളെ കാണുന്നത് ആകെ ലൊട്ടയില് മാത്രം എന്റെ സൈഡിൽ മാത്രം മങ്കിലല്ല മലയാളി ലൊട്ടയിൽ കേറാറുണ്ട് ഞാൻ തൊപ്പിക്ക് വേണ്ടി ലൊട്ടയിൽ കേറാറുണ്ട് ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ആൻഡ് ഐ ആം റിയലി ഹാപ്പി എന്താ പറയാതിരിക്കാറില്ല റിയലി ലൈക്ക് യു ലക്ഷ്മി ഒരു പുട്ടടിക്കട്ടെ താങ്ക് യു ലക്ഷ്മി താങ്ക് യു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഓ മൈ ഗോഡ് എവിടെയുള്ളത് ലക്ഷ്മി നെതർലാൻഡ്സ് ഞാൻ ഫ്രാൻസിലാണ് ഫ്രാൻസോ ഓ നൈസ് നൈസ് ഫ്രഞ്ച് അറിയാം ഞാനിവിടെ പഠിക്കായിരുന്നു ഞാനിപ്പോ വർക്ക് നിനക്ക് ഫ്രഞ്ച് അറിയോ ഫ്രഞ്ച് അറിയും അന്ന് ഫ്രഞ്ച് അല്ല ഇതാക്ക് ഫ്രഞ്ച് പറ എന്താ പറയണ്ടേ എന്തെങ്കിലും മലയാളം എന്തായാലും നീ പറ ഐ ലവ് യു പറ ഫ്രഞ്ചിൽ ഐ ലവ് എങ്ങനെ പറയാ ജത്തീമാ ഞാൻ ജത്തീമല്ല എനക്ക് ഉപ്പിയുമ്മേലുണ്ട് ആണോ ഐ ലവ് യു ഷെത്തീം ഞാൻ തുപ്പിയുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പെട്ടെന്ന് ഇതിലോട്ട് വന്ന് കയറിയതാണ് ഓ ലൈവ് കണ്ടിട്ട് കയറിയാണോ ആ ഞാൻ വിചാരിച്ച മങ്കില് പൊതുവെ മലയാളികൾ ഉണ്ട് അപ്പം മങ്കില് മലയാളീസ് ഇല്ലാല്ലേ എന്തായാലും ആ ഒരു ഡബ്ല്യൂ പരിപാടിയായി പിന്നെ ലക്ഷ്മി എന്ത് ചെയ്യുന്നു എന്താ കഥ പറ എന്തോ ഫ്രാൻസിൽ എന്താ മാസ്റ്റേഴ്സ് പ്രൊജക്ട് മാനേജ്മെന്റ് പഠിക്കുകയായിരുന്നു ആണോ ഒറ്റയ്ക്കാണ് ഓ അപ്പൊ അവിടെ മലയാളീസ് ഉണ്ടോ വേറെ മലയാളീസ് ഇവിടെ കുറവാണ് ആ അപ്പൊ നീ അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നത് എനിക്കിവിടെ ഹൗസ് മേറ്റ്സ് ഉണ്ട് ഒരു നോർത്ത് ഇന്ത്യൻസ് ആണ് പിന്നെ കുറച്ച് ഫ്രണ്ട്സുകളും ഉണ്ട് ഈ വീട്ടിൽ തന്നെ അല്ല ഞാൻ ചോദിക്കട്ടെ നീ ഇതില് സബ്സ്ക്രിപ്ഷൻ എടുത്തിനോ ഇല്ല ഞാൻ ഒന്നും എടുത്തിട്ടില്ല ഞാൻ തൊപ്പിക്ക് വേണ്ടി ജസ്റ്റ് ഫ്രീ ആയിട്ട് വന്ന് കയറിയതാണ് എടാ അതെന്ത് പരിപാടി ആണുങ്ങൾ 2000 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം മറ്റേ ഇത് അങ്കി പ്ലസ് എടുക്കണം പെണ്ണുങ്ങൾക്ക് പൈസ കൊടുക്കണ്ട ഫ്രീ ആയിട്ട് കിട്ടും അതെന്താലേ അതെന്തൊരു ഇക്വാലിറ്റി ആണത് ഈ ലോകം എന്താ ഇങ്ങനെ ലക്ഷ്മി കാര്യം അല്ലേ എന്ത് പരിപാടിയാ പെണ്ണുങ്ങൾക്ക് എന്ത് പ്രിവിലേജ് അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനൊരു സ്ത്രീ വിരോധിയാണ് നിന്നെ സൂക്ഷിക്കുന്നത് കോൾ പറയട്ടെ ഒന്നുകൂടി പറ തൊപ്പിന്റെ ഇന്റർവ്യൂ ഞാൻ രാവിലെ കണ്ടോളായിരുന്നു ഏത് ഇന്റർവ്യൂ ഗ്യാങ് ഇന്റർവ്യൂ എന്നത് ഒറ്റക്കുള്ള പോഡ്കാസ്റ്റ് ആണോ പെൺകുട്ടിയില്ലേ ഒരു തട്ടനിട്ട് പോഡ്കാസ്റ്റ് മെഹർ എങ്ങനെയുണ്ട് മെഹർ എങ്ങനെയാ മെഹർ അടിപൊളിയാണ് തൊപ്പി നന്നായിട്ട് അത് ഡീൽ ചെയ്തു പിന്നെ അല്ലല്ല മെഹർ ആയിക്കോണ്ടാ നിനക്ക് അത്രയും എങ്ങനെ തൊപ്പിന് എനിക്ക് മുമ്പ് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ഞാൻ തൊപ്പിയുടെ ഭയങ്കര ഫാനായി മാറി എന്തായിരുന്നു മുമ്പ് ഇഷ്ടമല്ലാത്ത കാര്യം എന്തായിരുന്നു ഒന്നും അറിയാലോ ജസ്റ്റ് ഫീഡ്ബാക്ക് എടുക്കുന്ന കേട്ടോ